ചുറ്റിനും എല്ലാവരും ഉണ്ടായിട്ടും ആരും ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്നൊരു അവസ്ഥയാണ്. ഞങ്ങളൊക്കെ എത്ര പേരുണ്ടെന്ന് പറഞ്ഞാലും അവർക്കൊക്കെ എത്ര കാര്യമാണെന്ന് പറഞ്ഞാലും നമ്മൾ അനുഭവിക്കുന്ന ഒരു അനാഥത്വം ഉണ്ടല്ലോ. മാതാപിതാക്കളുടെ കാലം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അനാഥരാണെന്ന് തന്നെ വേണം പറയാൻ. ചെറിയ പ്രായം കുറഞ്ഞ പെൺകുട്ടി എന്തെല്ലാം ടോർച്ചർ നിൽക്കുമ്പോൾ ഇപ്പോഴും ഇങ്ങനെ ബെൽറ്റിനടിച്ച പാടൊക്കെ കാര്യങ്ങളിങ്ങനെ എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ വന്നത്. നീ വിഷമിക്കണ്ട, ആരുമില്ല എന്നൊന്നും വിചാരിക്കണ്ട, അമ്മച്ചിയുടെ പ്രാർത്ഥനയുണ്ട് കൂടെ, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സമാധാനിപ്പിച്ചു. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്ന് ഭയങ്കര ചൂടുള്ളൊരു കാലാവസ്ഥയാണ്, അതുകൊണ്ട് വേർത്ത് പുഴുങ്ങി ഇരിക്കുവാണ്. ഞാൻ ഇന്ന് ഈ ചെയ്യുന്ന വീഡിയോ ഒരുപാട് ചെയ്യണോ വേണ്ടെന്ന് ഒരുപാട് ആലോചിച്ചെടുത്തൊരു വീഡിയോ ആണ്. കാരണം ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്യാമറേനെ ഫേസ് ചെയ്തിരുന്ന ആരോടൊന്നില്ലാതെ സംസാരിക്കാൻ പോകുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ചെയ്യണോ വേണ്ടോ എന്ന് ഒരുപാട് ആലോചിച്ച് എടുത്തത് എന്ന് പറഞ്ഞത്. ഓക്കെ, ഫൈനലി എടുക്കാമെന്ന് തന്നെ വിചാരിച്ചു. ഞാൻ പറയാൻ പോകുന്ന കാര്യം, നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മളെ എന്തെങ്കിലുമൊക്കെ ആവാനോ അല്ലെങ്കിൽ ആവാതിരിക്കാനോ ഒക്കെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവുമല്ലോ. നമ്മളെ സ്വാധീനിക്കുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് അത് ചിലരുടെയൊക്കെ ലൈഫിൽ ചില വ്യക്തികളായിരിക്കാം, ചിലരുടെ ലൈഫിൽ അവരുടെ തന്നെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം, വേറെ ചിലരുടെ ലൈഫിൽ അവർ കാണുന്നൊരു മൂവിയോ അല്ലെങ്കിൽ ഒരു വായിച്ച ബുക്കോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇങ്ങനെ ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് അല്ലെങ്കിൽ മോട്ടിവേഷനൊക്കെ കിട്ടി നല്ല ഹാർഡ് വർക്ക് ചെയ്ത് സക്സസ് ആവാനായിട്ടൊക്കെയുള്ള ഒരു വഴി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് എന്നെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് അത് വേറെ ആരുമല്ല, എൻ്റെ അമ്മച്ചി തന്നെയാണ്. അമ്മ. ഞാൻ ആദ്യം തന്നെ എന്നെക്കുറിച്ച് പറയാം. ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ്. അപ്പച്ചനും അമ്മച്ചിയും എല്ലാവർക്കും ഉള്ള പോലെ തന്നെ അപ്പച്ചനും അമ്മച്ചിയും പിന്നെ ഞങ്ങൾ 3 പേരാണ്. എനിക്ക് മൂത്തത് ഒരു ചേട്ടായിയുണ്ട്, പിന്നെ അനിയത്തിയാണുള്ളത്. അങ്ങനെ ഞങ്ങൾ 3 പേരാണ്. ഞാൻ 10ാം ക്ലാസ് വരെയൊക്കെ സാധാരണ പിള്ളേരെല്ലാവരും പഠിക്കുന്ന പോലെ തന്നെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിലാണ് എനിക്ക് അമ്മച്ചിനെ കുറിച്ച് പറയാൻ പറ്റിയൊരു മൊമെൻ്റായിട്ട് തോന്നുന്നത്. അമ്മച്ചിയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അത്രയധികം കഷ്ടപ്പെട്ട് വളർന്നു വന്നൊരു സാഹചര്യമായിരുന്നു അമ്മച്ചിക്കുണ്ടായിരുന്നത്. അതെനിക്ക് എത്രത്തോളം പറഞ്ഞ് നിങ്ങളെ ബോധിപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല കേട്ടോ. അമ്മച്ചി ജനിച്ചത് ഒരു വലിയൊരു ഫാമിലിയിലാണ്, ഒത്തിരി മക്കളൊക്കെ ഉള്ള വലിയൊരു ഫാമിലിയിലാണ്, ഏറ്റവും ഇളയാളായിരുന്നു. അപ്പോൾ അമ്മച്ചിയുടെ ഒരു ടീനേജൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ പേരൻസ് അവർ ഏജ്ഡ് ആയിരുന്നു. അപ്പം അവരെ നഷ്ടപ്പെട്ടായിരുന്നു. അപ്പം അതിനുശേഷം അപ്പം നമ്മൾക്ക് നമ്മുടെ ഒരു ലൈഫിലെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കൾ അവരുടെ കാലം കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് വേറെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം സഹോദരങ്ങളൊക്കെ എത്ര പേരുണ്ടെന്ന് പറഞ്ഞാലും അവർക്കൊക്കെ എത്ര കാര്യമാണെന്ന് പറഞ്ഞാലും നമ്മൾ അനുഭവിക്കുന്ന ഒരു അനാഥത്വം ഉണ്ടല്ലോ. മാതാപിതാക്കളുടെ കാലം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അനാഥരാണെന്ന് തന്നെ വേണം പറയാനായിട്ട്. അവർ കല്യാണമൊക്കെ കഴിഞ്ഞ് വേറൊരു ജീവിതം ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വേറൊരു കുടുംബമാണ്. നമ്മൾക്ക് അനാവശ്യമായിട്ട് അവരുടെ ലൈഫിലേക്കോ അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ ലൈഫിലേക്കോ അങ്ങനെ തോന്നുന്ന പോലെ ഒന്നും വന്ന് പെരുമാറാനൊന്നും പറ്റത്തില്ല. ഒരു സത്യമാണത്. അപ്പോൾ ചുറ്റിനും എല്ലാവരും ഉണ്ടായിട്ടും ആരും ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്നൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ വളരെ ചെറുപ്പത്തിലെ തന്നെ വിദ്യാഭ്യാസം അവിടെ വെച്ച് സ്റ്റോപ്പായിപ്പോയി. പിന്നെ സഹോദരന്മാരുണ്ടായിരുന്നവർ കാര്യമായിട്ട് നോക്കിയില്ല എന്ന് മാത്രമല്ല, ഭയങ്കരമായിട്ട് എന്താ പറയുക, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അമ്മച്ചി. സത്യം പറഞ്ഞാൽ അമ്മച്ചി ഇങ്ങനെ ഒരു സ്റ്റോറി ആയിട്ടൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. ഏതെങ്കിലും ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ, കാര്യം ഇത് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ഇപ്പം ഒരു സങ്കടം വരുന്നൊരു സമയത്ത് പണ്ട് എൻ്റെ ലൈഫ് ഇങ്ങനെയായിരുന്നു, എന്നോട് ഇങ്ങനെയായിരുന്നു അവരൊക്കെ പെരുമാറിയിരുന്നത്, ഞാൻ എന്നിട്ടും അതൊക്കെ സഹിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ പരാതികളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഇങ്ങനെ പറയും. അപ്പം ചെറുപ്പത്തിലേക്ക് എന്നെ കേൾക്കുമായിരുന്നു. പക്ഷേ എനിക്ക് അറിവായ സമയത്ത് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും കുത്തിയിരുന്ന് ചോദിക്കും, എങ്ങനെയായിരുന്നു അമ്മച്ചിയുടെ ലൈഫ് എങ്ങനെയായിരുന്നു, അമ്മച്ചിയുടെ പാരൻസ് അമ്മച്ചീനെ എങ്ങനെയാണ് നോക്കിയിരുന്നത് എന്നൊക്കെ. കാരണം അമ്മച്ചിയുടെ പാരൻസിനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ.
അമ്മച്ചിയുടെ ലൈഫ് എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാനിങ്ങനെ കുത്തിയിരുന്ന് ചോദിക്കും എങ്ങനെയായിരുന്നു എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറയും. അമ്മച്ചിയുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും പറയും, പക്ഷേ ഞാൻ ഇന്ന കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടാണ് ഇവിടെ വരെ എത്തിയത്, ഞാൻ ഇത്ര കാര്യങ്ങളൊക്കെ സഹിച്ചു എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് ഓക്കെ, അതൊക്കെ എല്ലാവരും അനുഭവിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷേ അതേ അനുഭവിച്ചതിൻ്റെ അതേ ഇൻറ്റൻസിറ്റിയോട് കൂടി കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കണമെന്നില്ലല്ലോ. അമ്മച്ചിയുടെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സീരിയലുകളിലും സിനിമയിലും ഒക്കെ കണ്ടിട്ടുള്ളതുപോലെ അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. എനിക്ക് ഇങ്ങനെ ഓരോ സിറ്റുവേഷനും ഇങ്ങനെ പറയുമ്പോൾ എനിക്കത് വിഷ്വലൈസ് ചെയ്തിട്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത്. കാരണം ഒരു 10 വയസ്സ് അല്ലെങ്കിൽ 9 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ച്, ഒരു പെൺകൊച്ച്, അവൾക്ക് സ്കൂളിൽ പോകാനായിട്ട് സമയമാകുമ്പോഴത്തേക്കും ഒരുങ്ങി ബുക്കൊക്കെ എടുത്ത് ഇറങ്ങുമ്പോഴത്തേക്കും വീട്ടിലുള്ളവർ എന്തെങ്കിലുമൊക്കെ പണി കൊടുത്തിട്ട് ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ ബാത്റൂം ക്ലീൻ ചെയ്തിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ മുറ്റം അടിച്ച് വാരിയിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ എല്ലാവരുടെയും തുണി അലക്കി കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്കും സ്കൂളിൽ ഉച്ചയാവും. അപ്പോൾ പിന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടും. അങ്ങനെയുള്ള സാഹചര്യം. അതുപോലെ തന്നെ മെൻ്റലി ടോർച്ചറിങ്ങും ഫിസിക്കലി ടോർച്ചറിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇങ്ങനെ ബെൽറ്റിനടിച്ച പാടൊക്കെ എനിക്കത് ഡീപ്പായിട്ട് ഞാൻ ഒത്തിരി സംസാരിക്കുന്നില്ല. കാരണം അതങ്ങനെയൊക്കെയാണ്, അത്രയുമൊക്കെ ഇങ്ങനെ അനുഭവിച്ചു വന്ന ഒരാളാണ്, അതെനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെയുള്ള ഒരാൾ ഇപ്പം ഏതാണ് നമ്മുടെ മലയാളത്തിലൊരു മൂവിയില്ലേ സ്വപ്നക്കൂട്, എനിക്കിപ്പോൾ അതാണ് ഓർമ്മ വന്നത്. ആ സ്വപ്നക്കൂടിൽ മീര ജാസ്മിനും ഭാവനയും, അതിൻ്റെ ക്ലൈമാക്സിൽ മീര ജാസ്മിൻ ആരും ഇല്ലാത്തൊരവസ്ഥ വന്നിട്ട് അവളെ നമ്മുടെ കൊച്ചിൻ ഹനീഫയുടെ ക്യാരക്ടർ അവളെ കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പം പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അറിയത്തില്ല എന്തിനു കൊണ്ടുപോകുന്നതാണോ, അവളെ നന്നായിട്ട് നോക്കാൻ കൊണ്ടുപോകുന്നതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് കൊണ്ടുപോകുന്നതാണോ എന്നുള്ള കാര്യം ആർക്കും അറിയില്ലല്ലോ. അപ്പം അമ്മച്ചിക്ക് ഇങ്ങനെ ആരും ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചീനെ, അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്കും അമ്മച്ചീനെ ഒരു കന്യാസ്ത്രീ അമ്മ അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി അമ്മയുടെ മോളായിട്ട് വളർത്തി. അമ്മച്ചീനെ ആ സിസ്റ്റർ ആൻറ്റി തന്നെയാണ്, സിസ്റ്റർ അമ്മ തന്നെയാണ് അമ്മച്ചീനെ കല്യാണം കഴിപ്പിച്ച് വിട്ടതും അതുവരെയൊക്കെ ഉള്ള കാര്യങ്ങൾ. പക്ഷേ പഠിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. മഠത്തിൽ ആ സിസ്റ്റർ ആൻറ്റിയുടെ കൂടെ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ച് അവർ തന്നെ കെട്ടിച്ചു വിടുകയായിരുന്നു ചെയ്തത്. കല്യാണം വരെയുള്ളൊരു അമ്മച്ചിയുടെ ജീവിത സാഹചര്യം അതായിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഞാൻ ഡീപ്പായിട്ട് അതൊന്നും ഓർത്തെടുക്കുന്നില്ല, കാരണം അത് വേണ്ട എന്ന് തോന്നി. അപ്പോൾ കല്യാണം കഴിച്ച് വന്നത് അപ്പച്ചയുടെ ഫാമിലിയിലേക്ക് കല്യാണം കഴിച്ച് വന്നു, അവർ ജീവിതം തുടങ്ങി. അവിടെയും ഇങ്ങനെ ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നു, വലിയ ചാച്ചനും വലിയമ്മച്ചിയും. അപ്പോൾ കല്യാണം കഴിച്ച് ഇങ്ങനൊരു സാഹചര്യത്തിൽ നിന്നാണ് വന്നതെങ്കിലും അമ്മച്ചിക്ക് അവിടെ ഒരു കൺസിഡറേഷനോ ഒന്നും കിട്ടിയിരുന്നില്ല. കാരണം പഴയ ആൾക്കാരുടെ ജീവിതം അങ്ങനെയൊക്കെയാണല്ലോ, ആർക്കും പ്രത്യേകിച്ച് പരിഗണനയൊന്നും ആവശ്യമില്ല, എല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്നു, ഉള്ളത് വെച്ചുണ്ടാക്കി കഴിക്കുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലാണ് കല്യാണം കഴിച്ച് വന്നത് അമ്മച്ചി. അപ്പം അപ്പച്ചയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ചില ആളുകളുണ്ട്, ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ളത്, അവർക്ക് ജീവിക്കാനൊരു ഷെൽട്ടർ ആവശ്യമാണ്, കഴിക്കാൻ ഭക്ഷണം ആവശ്യമാണ്, ഉടുക്കാൻ വസ്ത്രം, ഇത്രയുമാണ് ഒരു കല്യാണമൊക്കെ കഴിച്ച് കുടുംബമായിട്ട് ജീവിച്ചു തുടങ്ങുമ്പം പെണ്ണുങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് എന്ന് വിചാരിച്ചിരിക്കുന്ന ആണുങ്ങൾ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. കാരണം അത് ആരുടെയും തെറ്റും കുറ്റമൊന്നും അല്ല, അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ അവർക്ക് അറിയത്തില്ല. ഒരു പെണ്ണായാൽ എങ്ങനെയാണ് അവളേതൊക്കെ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്നുണ്ട്, ആ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അവളുടെ മാനസികാവസ്ഥയൊക്കെ എന്തായിരിക്കും, ആ സമയത്ത് എങ്ങനെ നമ്മൾ പെരുമാറണം, ഇതൊന്നും ഇപ്പോഴും അറിയത്തില്ലാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്, ഈവൻ പെണ്ണുങ്ങൾ പോലും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിലേക്കായിരുന്നു അമ്മച്ചി വന്നത്. അപ്പം ലൈഫിലെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അതായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആണുങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഒരു പെണ്ണുങ്ങൾക്ക് വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് കുറച്ചും കൂടി ഉത്തരവാദിത്തങ്ങൾ കൂടുതലായിരിക്കും. കാരണം വീട്ടിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും, മക്കളുണ്ടെങ്കിൽ പെൺമക്കളെ കൂടുതലായിട്ട് കെയർ ചെയ്യേണ്ടി വരും, എല്ലാ കാര്യങ്ങളും നോക്കേണ്ടി വരും. അപ്പോൾ വീട്ടിലെ ജോലികൾ മാത്രമല്ല, കുട്ടികളുടെ ഉത്തരവാദിത്തങ്ങൾ മാത്രമല്ല, പുറത്തിറങ്ങിയും കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം തന്നെയായിരുന്നു അമ്മച്ചിക്കും ഉണ്ടായിരുന്നത്. അപ്പം ഒബ്വിയസ്ലി ഞാൻ വന്ന സാഹചര്യവും അതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എൻ്റെ അപ്പച്ചയുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു സമീപനമാണ് ഉണ്ടായിരുന്നത്. എന്നുവെച്ചാൽ സ്നേഹക്കുറവുണ്ടെന്നൊന്നുമല്ല പറയുന്നത്,
ചെയ്യാൻ അറിയത്തില്ല, കാര്യങ്ങളെ നോക്കിയും കണ്ടും ഒന്നും ചെയ്യാൻ അറിയത്തില്ല. അതായിരുന്നു മെയിനായിട്ടുള്ള ഒരു ഇഷ്യൂ. അപ്പോൾ അമ്മച്ചി ഭയങ്കരമായിട്ട് ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുത്ത് എന്താണ് ഇപ്പോൾ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാനും ഒക്കെ അമ്മച്ചി തന്നെ പുറത്ത് പോയി കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. ഞങ്ങളുടെ സ്കൂളിലൊക്കെ PTA മീറ്റിങ്ങിനും എന്താവശ്യം വന്നാലും അതിനൊക്കെ വരേണ്ടി വന്നു. എന്ത് കാര്യത്തിനും അമ്മച്ചി തന്നെ ഇങ്ങനെ ഓടേണ്ടി വന്നു. അപ്പം അമ്മച്ചി ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ, അമ്മച്ചിയുടെ എന്താ പറയുക, ഒരു ഒന്നിനും ഒരു ഉപേക്ഷ വിചാരിക്കാതെ കാര്യങ്ങളെല്ലാം ഇതെല്ലാം എൻ്റെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടതാണ്, എൻ്റെ മക്കളല്ലേ, എൻ്റെ കെട്ടിയോനല്ലേ എന്ന് വിചാരിച്ച് എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്തതൊക്കെ ചെയ്യുക. ഇപ്പം ഞാൻ ചെറുപ്പം തൊട്ടേ കണ്ട് വന്നിട്ടുള്ളൊരു കാര്യമാണ് അമ്മച്ചി ഇത് എൻ്റെ പിള്ളേർക്ക് നാളത്തേനുള്ളതാന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്നത് അമ്മച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഇതാണ് ഞാൻ കണ്ടു വളർന്നത്. അപ്പം ഞാൻ കണ്ടിട്ടുള്ള അമ്മച്ചി ഒരിക്കലും സമാധാനമായിട്ട് ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, സന്തോഷമായിട്ട് ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അമ്മച്ചിക്ക് അപ്പച്ചയുടെ സൈഡിൽ നിന്നൊരു എന്ത് പ്രശ്നം വന്നാലും ഒരു സപ്പോർട്ട് കിട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു മെൻ്റൽ സപ്പോർട്ടായിക്കോട്ടെ, ഒരു ഫിസിക്കൽ സപ്പോർട്ടായിക്കോട്ടെ, ഒന്നും കിട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം എനിക്ക് അമ്മച്ചി എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ എന്തായി തീർന്നെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. കാരണം അമ്മച്ചിക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തത്. എനിക്ക് അമ്മച്ചീനെ സന്തോഷമായിട്ട് ഇരുത്തണം, അമ്മച്ചി ഒന്ന് പ്രായമാകുമ്പോഴത്തേക്കും ഒന്ന് സമാധാനമായിട്ട് ജീവിക്കണം, അമ്മച്ചിക്ക് ഒരു കുറവും വരാതെ അമ്മച്ചി സന്തോഷമായിട്ടിരിക്കണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്ന് ആഗ്രഹിച്ചത്. ഞാൻ വളർന്നു വന്നപ്പം ഞങ്ങൾക്ക് ശരിയാണ് അടിച്ചുറപ്പുള്ളൊരു വീടുണ്ടായിരുന്നു, വീടിരുന്ന സ്ഥലവും ഞങ്ങളുടെ തന്നെയായിരുന്നു, ഡെയിലി ഭക്ഷണം ഉണ്ടായിരുന്നു. അത് വിട്ട വേറെ ഒന്നും ഒരു കരുതലായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ അമ്മച്ചിയുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ചെറുപ്പം തൊട്ടേ ഇതൊക്കെ ഞാനിങ്ങനെ കണ്ടും കേട്ടും വളരുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ രക്ഷപ്പെടണം എന്നുള്ള ചിന്തയുണ്ടെങ്കിലും അമ്മച്ചീനെ ഞാൻ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് അറിവായ സമയത്തായിരുന്നു കേട്ടോ. കാരണം ചെറുപ്പത്തിലേന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുമായിരുന്നു. ഞാൻ ഭയങ്കര തൻ്റേടിയായിരുന്നു. അമ്മച്ചി ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഞാൻ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുകയും അമ്മച്ചി എന്നെ തല്ലാൻ ഓടിക്കുകയും ഒന്നും ചൂലെടുത്തടിക്കുകയും ഒന്നും കിട്ടിയില്ലെങ്കിലും മണ്ണ് വാരി എറിയുകയും കല്ല് വാരി എറിയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഉടക്കായിരുന്നു, ജീവിതത്തിലുടനീളം അങ്ങനെയായിരുന്നു, ഭയങ്കര വഴക്കായിരുന്നു ഞങ്ങൾ. പക്ഷേ അമ്മച്ചീനെ വിട്ട് ഞാനിങ്ങനെ ജോലിയൊക്കെ ആയിട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മെയിനായിട്ട് ഞാൻ ഈ കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ പ്രായം എന്ന് പറയുന്നത് അമ്മച്ചി എന്നെ ഗർഭിണിയായി പ്രസവിച്ച് എന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രായത്തിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ റിയലൈസ് ചെയ്യുന്നത്. ഞാനിങ്ങനെ കമ്പയർ ചെയ്തു, എൻ്റെ ഈ പ്രായത്തിൽ അമ്മച്ചി അന്ന് എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, ഞാനിപ്പോൾ എങ്ങനെ ജീവിക്കുന്നു, എനിക്കിപ്പോൾ എന്തെല്ലാം കിട്ടുന്നുണ്ട്, അമ്മച്ചിക്ക് അന്ന് എന്തായിരുന്നു അമ്മച്ചിയുടെ അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ റിയലൈസ് ചെയ്യുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങളിങ്ങനെ എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ വന്നത്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചത്. അതുപോലെ ഞാൻ ഈ സമയത്ത് അനുഭവിച്ച എൻ്റെ പഠിത്തം കഴിഞ്ഞ് ഞാൻ ജോലിയിലേക്ക് കയറി. ഞാൻ ഒരുപാട് ജോലിക്കൊക്കെ ആയിട്ടും കാര്യങ്ങൾക്കൊക്കെ അലഞ്ഞു. ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു കൂടെ പോരാൻ പോലും ഒരു ആളില്ലായിരുന്നു, അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷേ ഞാൻ എല്ലാത്തിനും ഞാൻ ആർക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ കാര്യങ്ങൾ ഇന്ന ആൾ ചെയ്തു തന്നെങ്കിൽ എനിക്ക് നടക്കുകയുള്ളൂ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എൻ്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ ചെയ്യും, അതല്ലെങ്കിൽ പോട്ടെ എപ്പോഴെങ്കിലും നടന്നാൽ മതി എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിട്ടാണ് ഞാൻ നടന്നിരുന്നത്. ഞാൻ മെയിനായിട്ട് വിശ്വസിക്കുന്നത് അമ്മച്ചിയുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നാണ് എനിക്കും അങ്ങനെ ഒരു മൈൻഡ് കിട്ടിയതെന്നാണ്. എവിടെ പോകണമെങ്കിലും ഇപ്പോൾ ആരെങ്കിലും കൊണ്ടുവിട്ടെങ്കിലേ ഞാൻ പോവുള്ളൂ എന്നൊന്നും എനിക്കില്ല. അപ്പം നമുക്ക് അമ്മച്ചിയും പറയും കേട്ടോ, നമ്മളെവിടെയെങ്കിലും പോകാനായിട്ട് ഞാൻ ആദ്യമായിട്ട് പോകുന്നതാണല്ലോ, എനിക്ക് സ്ഥലം വഴി തെറ്റിപ്പോവോ, ഒറ്റയ്ക്കല്ലേ എന്തെങ്കിലും അമ്മച്ചി അമ്മച്ചി പറയും, നമ്മുടെ വായിൽ നാക്കിലുള്ളു. പിന്നെ സുരക്ഷ എന്ന് പറയുന്ന പെൺപിള്ളേർക്ക് അത് എന്താ പറയുക, നമ്മൾ ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോവുക, അതല്ലാതെ പേടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല എന്ന് അമ്മച്ചി എപ്പോഴും പറയുന്നൊരു കാര്യമാണ് അത്. കാരണം അമ്മച്ചിയുടെ ലൈഫ് അങ്ങനെയായിരുന്നു. അമ്മച്ചീനെ ആരും ഹെൽപ്പ് ചെയ്തിട്ടില്ല, എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ ആരും കൂട്ടിന് പോയിട്ടില്ല, ആരും കൈപിടിച്ച് നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്ന ഒരാളായതുകൊണ്ട് എന്നെ അങ്ങനെ പൊത്തിപ്പിടിച്ച് വളർത്താൻ അമ്മച്ചിക്ക് അറിയത്തില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇപ്പോൾ എങ്ങോട്ടേലും ഒന്ന് പോകണമെങ്കിൽ ഇനി തന്നെ പോവോ എന്ന് പറഞ്ഞിങ്ങനെ പേടിപ്പിച്ചിട്ടില്ല.
എല്ലാ കാര്യത്തിനും ഇങ്ങനെ ധൈര്യം തന്നെ ഇറക്കി വിട്ടിട്ടേ ഉള്ളൂ. അങ്ങനത്തെ ഒരു രീതിയായിരുന്നു അമ്മച്ചിയുടേത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഓരോ സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് 22 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ജോലി കിട്ടി ആദ്യം അബ്രോഡ് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ പ്രൊഫഷൻ ഏവിയേഷൻ ആയിരുന്നു. ആ പ്രൊഫഷൻ വിട്ട് വേറൊരു കമ്പനിയിലേക്കാണ്, ഒരു പ്രൈവറ്റ് കമ്പനിയിലേക്കാണ് ജോലി എനിക്ക് കിട്ടിയത്. അങ്ങോട്ടേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു 2-3 മാസത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രഗിളായിരുന്നു. ജോലി പ്രോപ്പറായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഒറ്റയ്ക്കായിരുന്നു, ആരും ഒരു സപ്പോർട്ടിന് ഇല്ലായിരുന്നു. ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഒരു സിറ്റുവേഷൻ ഓർക്കുന്നത്, ജോലി തിരിച്ചു പോകേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യത്തിൽ ഞാൻ ഇരുന്നിങ്ങനെ ഒരു ദിവസം ഭയങ്കരമായിട്ടിങ്ങനെ കരയുവാണ്. വീട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാലത്തുള്ള ഒരു അവസ്ഥ എന്തായിരിക്കും, ഞാൻ പിന്നെ എങ്ങനെ ജീവിക്കും, അങ്ങനെയൊക്കെ ഓർത്തിരുന്നിങ്ങനെ ഭയങ്കരമായിട്ടിങ്ങനെ വിഷമിച്ച് കരഞ്ഞിരുന്ന് ഇരിക്കുന്നൊരു സമയത്ത് പിറ്റേ ദിവസം രാവിലെ എന്നെ അമ്മച്ചി വിളിച്ചു. അന്ന് അങ്ങോട്ട് വിളിക്കില്ല, അങ്ങോട്ട് മിസ് കോൾ അടിക്കും. അപ്പോൾ ഞാൻ തിരിച്ച് വിളിക്കുക ചെയ്യുന്നത്. അപ്പം എന്നോട് അമ്മച്ചി ഭയങ്കര സങ്കടപ്പെട്ട്, നിനക്ക് എന്തെങ്കിലും പറ്റുമോ, നീ ഭയങ്കരമായിട്ടിരുന്ന് കരയുന്നത് ഞാൻ സ്വപ്നം കണ്ടല്ലോ, നിനക്ക് എന്നാ പറ്റിയേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിനക്ക് അപ്പടി വിഷമമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ എന്നോട് വിളിച്ച് ചോദിച്ചു. അപ്പം ഞാൻ ആ സമയത്തൊന്നും ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളുടെ വിഷമങ്ങളൊന്നും ഞാനങ്ങനെ അമ്മച്ചിയുടെ അടുത്ത് അങ്ങനെ പറയാറൊന്നുമില്ലായിരുന്നു. പക്ഷെ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാനിപ്പം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നില്ല, ഞാൻ അപ്പം തന്നെ വിളിച്ചൊന്നും പറയത്തില്ല. എല്ലാം കഴിഞ്ഞത് സോൾവ് ആയി കഴിയുമ്പോഴത്തേക്ക് സമാധാനപരമായിട്ട് എൻ്റെ പ്രശ്നത്തിലൂടെയായിരുന്നു ഞാനതങ്ങനെ ശരിയാക്കി എടുത്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഷെയർ ചെയ്തൊരു ഇതേ ഉള്ളൂ. പക്ഷേ അന്നങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു, നീ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്ന ഞാൻ സ്വപ്നം കണ്ടു, നീ വിഷമിക്കണ്ട, ആരുമില്ല എന്നൊന്നും വിചാരിക്കണ്ട, അമ്മച്ചിയുടെ പ്രാർത്ഥനയുണ്ട് കൂടെ, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സമാധാനിപ്പിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ ഓക്കെയാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു ജോലി നഷ്ടപ്പെടേണ്ടി വന്നാലും തിരിച്ചു പോവില്ല, എങ്ങനെയെങ്കിലും അവിടെ പിടിച്ച് നിൽക്കണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. കാരണം അത്രയും കഷ്ടപ്പെട്ടാണ്, ഒരുപാട് നാൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ആണ് ആ ജോലി കിട്ടിയത്. അപ്പം അത് അങ്ങനെ കളഞ്ഞിട്ട് പോരാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം വീട്ടിലെ കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലാണ്. ഞാൻ വിചാരിച്ചാൽ അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അമ്മച്ചി, എല്ലാവരുടെയും ലൈഫ് എന്താ പറയുക, രക്ഷപ്പെടുത്താൻ എന്നെക്കൊണ്ടേ പറ്റുള്ളൂ എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് ഞാൻ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. എന്തായാലും എൻ്റെ അതുപോലുള്ള ഒരുപാട് സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് ധൈര്യം തന്നതും എന്നെ പിടിച്ചു നിർത്തിയതും ഒക്കെ അമ്മച്ചിയാണ്. ഇതുപോലുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. ആ ഓരോ സമയത്തും മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഓരോ സമയത്തും അമ്മച്ചി തന്നിട്ടുള്ള ഒരു മെൻ്റൽ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഒരുപാട് എന്നെ എന്താ പറയുക, ഓരോ സമയത്തും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്കൊത്തിരി സപ്പോർട്ടായിരുന്നു. ഇതൊന്നും അല്ല ഇതിന് പറയേണ്ട വാക്കുകൾ, എനിക്ക് അതൊന്നും പറയാൻ കിട്ടുന്നില്ല. ഞാൻ ഓരോ കാര്യങ്ങളും എടുത്ത് പറയുമ്പം എനിക്കതൊന്നും പൂർത്തിയാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാത്തത്. അതുപോലെ തന്നെ എൻ്റെ ലൈഫിലെ ഓരോ സമയത്തും എനിക്ക് ജോലി നഷ്ടപ്പെട്ട ഒരു സമയം വന്നിട്ടുണ്ട്, ജോലി അന്വേഷിച്ചിട്ട് കിട്ടാത്തൊരു സമയം വന്നിട്ടുണ്ട്, കയ്യിൽ പൈസ ഇല്ലാതെ, വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ലാതെ വഴിയിൽ പെട്ടുപോയ സമയങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ ഓരോ സമയത്തും ഒത്തിരി ആൾക്കാർ എന്നെ വന്ന് സഹായിച്ചിട്ടുണ്ട്. അതൊന്നും എന്താ പറയുക, ഞാൻ ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ ദൈവത്തെ പോലുള്ളവരെ ദൈവമായിട്ട് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ദൈവം ഒരിക്കലും നമ്മളെ നേരിട്ട് ഇറങ്ങി വന്ന് സഹായിക്കത്തൊന്നുമില്ലല്ലോ, നമ്മളെ സംരക്ഷിക്കത്തില്ലല്ലോ. ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള സഹായങ്ങളും സംരക്ഷണങ്ങളും എല്ലാം ഓരോ മനുഷ്യരിൽ നിന്നാണ്. അവരിലൊക്കെ ഞാൻ ദൈവത്തെ കാണുന്നു എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതൊന്നും ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ. ഫാമിലിയിൽ നിന്നൊക്കെ കിട്ടുന്ന സപ്പോർട്ടിനേക്കാളും ഒത്തിരി വലുതാണ്.
ഇതിൽ നിന്നെങ്കിലും ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് കിട്ടുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാൻ ഓരോ സമയത്തും എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ് എന്നെ എവിടം വരെ എത്തിച്ചതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദൈവം സഹായിച്ച് ആ സാഹചര്യങ്ങളൊക്കെ, പഴയ സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ മാറി അമ്മച്ചി സന്തോഷമായിട്ട് സമാധാനമൊക്കെ ആയിട്ടൊക്കെ ജീവിക്കുന്നു. ഇനിയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യാനൊക്കെ ഉണ്ട്, കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അതൊക്കെ വഴിയെ ചെയ്യണം. എൻ്റെ ഒരു മൊത്തത്തിലുള്ള ലൈഫ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ലൈഫിൻ്റെ ഓരോ സ്റ്റേജിലും ഞാൻ എടുത്തിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫ് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഒരു +2 കഴിഞ്ഞിട്ട് നമ്മൾ ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു സമയം വരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സമയമാണ്. ആ സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെയാണ് ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആരായി തീരണം എന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ ആ ഒരു സമയത്ത്, അതായത് ചോരയും നീരും ശരീരത്തിൽ ആരോഗ്യവും ഉള്ള സമയത്ത് നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മളൊരു 35-40 വയസ്സ് കഴിയുമ്പം നല്ല സമാധാനപരമായിട്ടൊക്കെ ജീവിക്കാൻ പറ്റും. നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്കും നമ്മൾക്ക് നല്ലൊരു ലൈഫ് കൊടുക്കാൻ പറ്റും. നമ്മുടെ എന്താ പറയുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് അഡ്വൈസ് ഒന്നും തരാൻ അറിയില്ല. എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോഴും ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞു എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നു പറയാനായിട്ട്. പക്ഷേ എല്ലാം കുറച്ച് ഇമോഷണലായിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് എനിക്ക് എല്ലാം പറയാൻ പറ്റിയില്ല. പറഞ്ഞു തുടങ്ങിയാലും കംപ്ലീറ്റ് ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് ബ്രേക്കായി പോയതും പിന്നെ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയതുമൊക്കെ അതുകൊണ്ടാണ്. പറഞ്ഞ് മുഴിപ്പിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും സംശയമാണ്, ഇത് പറയേണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു എന്ന്. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.